ഹായ് ഹലോ. അപ്പോൾ 2023 തുടങ്ങിയ എൻ്റെ ബി.എഡ് കോഴ്സ് ഇന്നലത്തെ ഒരു ഫൈനൽ എക്സാമോട് കൂടി അവസാനിച്ചിരിക്കുകയാണ്. എക്സാം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം തന്നെ പ്രിൻസിപ്പൾ പറഞ്ഞു നിങ്ങൾ തന്ന സർട്ടിഫിക്കറ്റൊക്കെ തിരിച്ച് വാങ്ങിക്കണമെന്ന്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് കോളേജിലേക്ക് പോകണം. മാഹിയിൽ നിന്ന് കുറച്ച് നടക്കാനുണ്ട് ഞങ്ങളുടെ കോളേജിലേക്ക്. കുറച്ചൊന്നല്ല, ഒരു കുറേ നടക്കാനുണ്ട്. നടന്ന് ഞങ്ങനെ കോളേജിലെത്തി വേഷപ്രച്ഛന്നയായിരിക്കുന്ന എന്നെ കണ്ട് നിങ്ങൾ ഞെട്ടണ്ട. ചെറിയൊരു പരിപാടിയുണ്ട്, അതിൻ്റെ ഭാഗമായിട്ടാണ് യൂണിഫോമൊക്കെ ഇട്ടിട്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടി നിന്നു. ഭയങ്കര ക്യൂ ആയിരുന്നു, ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങൾ കുറേ നേരം സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടി നിന്നു. ഇതാണ് സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്ന പ്രിയപ്പെട്ട കലാകാരി ആതിര സിവി. MC-യുടെ റാണി എന്നറിയപ്പെടുന്ന ആതിര സിവി എൻ്റെ സ്വന്തം ജൂനിയറാണ്. ഇത് നേഹ ഫാത്തിമ, ആളൊരു അടിപൊളി ഡാൻസറാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് പേര് കോളേജിന് വേണ്ടി ഒരു റീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ യൂണിഫോമൊക്കെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ പ്രിപ്പറേഷനിലായിരുന്നു. കുറച്ച് സ്ക്രിപ്റ്റൊക്കെ ചർച്ച ചെയ്ത് പിന്നെ ഞങ്ങൾക്ക് ഉച്ചയായപ്പോൾ ഭയങ്കരമായിട്ട് വിശന്നു. അങ്ങനെ ഞങ്ങൾ നേരെ വെച്ച് പിടിച്ചു മാഹിയിലെ ആസാദി ഹോട്ടലിലേക്ക്. അങ്ങനെ ആസാദി ഹോട്ടലിലേക്ക് പോകാൻ വേണ്ടി കോളേജിൽ നിന്ന് കുറച്ച് അധികം നടക്കാനുണ്ട്. ഇന്നൊരേ നടരാജ് തന്നെയായിരുന്നു. അങ്ങനെ അവിടെ ചിക്കൻ ബിരിയാണി കിട്ടും, അപ്പോൾ അതിന് വേണ്ടി പോവാണ്. അവിടെ ആസാദിൽ എത്തിയതിന് ശേഷം ഞാൻ കണ്ട ഒരു വ്യക്തി, ഞാൻ ഞെട്ടി ഗൈസ്. നിങ്ങൾക്കറിയാമോ ഇവരെ? പ്രമുഖനായ പൂച്ച സർ. അങ്ങനെ ഫുഡ് വരാൻ വേണ്ടി അവിടെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു കുറച്ച് നേരം. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊരു ഐസ്ക്രീമൊക്കെ വാങ്ങി കുടിച്ചിട്ട് ഞങ്ങൾ കോളേജിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ കോളേജിൽ ഓൾറെഡി ലേറ്റായി നമ്മൾ എത്തുമ്പോഴത്തേക്കും. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് റീൽസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ്. അപ്പോൾ ഇതാണ് അമ്മയ. അപ്പോൾ ആ ക്ലിപ്പ് ഇടണ്ട എന്ന് പറഞ്ഞ അമ്മയ്ക്ക് ഞാൻ ഈ ക്ലിപ്പിട്ട് സഹായിക്കാമെന്ന് പറഞ്ഞ് എടുത്ത ഒരു ക്ലിപ്പാണിത്. നിമിഷ നേരം കൊണ്ട് സ്ക്രിപ്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന കഴിവുള്ളതുകൊണ്ട് തന്നെ നമുക്കിതൊന്നും ഒരു വലിയ കാര്യമായിരുന്നില്ല. അതുകൊണ്ട് രാവിലെ 11 മണിക്കാണ് ഞങ്ങൾ കോളേജിൽ വന്നത്. പോയതോ 6 മണിക്ക്. ഷൂട്ട് തുടങ്ങിയത് 4 മണിക്ക്. 2 വർഷം MCCയിൽ ഞങ്ങൾ പഠിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ ജൂനിയേഴ്സും അതിൻ്റെ ജൂനിയേഴ്സും കൂടിയിട്ട് നമ്മുടെ ഈ കോളേജൊക്കെ ഭരിക്കും. അപ്പോൾ പാക്കപ്പൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഫസ്റ്റ് ഡേ ഈ കോളേജിലേക്ക് വരുന്ന സമയത്ത് എന്താവും കോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ടെൻഷൻ. ഇപ്പോൾ ഇറങ്ങുന്ന സമയത്ത് എന്താണ് ആക്ച്വലി ടീച്ചിങ് കോഴ്സ് എന്ന് മനസ്സിലാക്കാൻ പറ്റി. ഭയങ്കര ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ മാഹിയിൽ നിന്ന് വരുമ്പോൾ മാഹി പള്ളിയിൽ പോകാണ്ട് എങ്ങനെയാണ്. അപ്പോൾ മാഹി പള്ളിയിൽ പോയി ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നു, അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയി. മാഹി പള്ളീൻ്റെ ഒരു വ്യൂ ഇതാണ്. അപ്പം മാഹിയും മാഹി പള്ളിയും MCC ടീം ഞങ്ങളുടെ എല്ലാവരുടെയും ലൈഫിലെ ബെസ്റ്റ് മൊമെൻറ്റ്സ് ആയിരുന്നു. അപ്പോൾ അത്രയുള്ളൂ. ടാറ്റാ.